ഭരണവിരുദ്ധ വികാരമാണെന്ന് പറഞ്ഞ പാണക്കാട് സാദിഖ് അലിയോട് പറയാനുള്ളത്, ഹജ്ജും ചെയ്തിട്ട് വന്നിട്ട് ഇതുപോലെ പച്ച നുണ പറയാൻ പാണക്കാട് കുടുംബത്തിൽ ജനിക്കണം. ശ്രീരാമകൃഷ്ണൻ കിട്ടിയത് 69,000 സംതിങ് വോട്ട്. സ്വരാജിനെ കണക്കാക്കുമ്പോൾ 3000 വോട്ടിനോടടുത്ത് കുറവുണ്ട്. പക്ഷേ അന്ന് ആര്യാടൻ മുഹമ്മദിന് 87,000 സംതിങ് വോട്ട് കിട്ടി. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയത് 77,000 സംതിങ്. അപ്പോൾ 10,000 വോട്ടിന്റെ കുറവ് നിങ്ങൾക്കുണ്ട്. ആ 10,000 വോട്ട് എങ്ങോട്ട് പോയി? അതായത് നിങ്ങൾക്ക് സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ പോലും നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് അതിനർത്ഥം. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്ന ദിവസം. കേരളത്തിന്റെ മതനിരപേക്ഷതയുടെ കടയ്ക്കൽ കത്തിവെച്ച് സകല വർഗീയവാദികളുടെയും തീവ്രവാദികളുടെയും വോട്ട് വാങ്ങി വിജയിച്ച് അമിതാവേശത്തിൽ തള്ളിമറിക്കുന്ന UDF-കാരുടെ ആഹ്ലാദ പ്രകടനം കണ്ടപ്പോൾ എനിക്കൊരു സംശയം. കഴിഞ്ഞ 45 വർഷമായിട്ട് ഇടതുപക്ഷത്തിന്റെ കുത്തകയായി അടക്കി ഭരിച്ചു വെച്ചിരുന്ന നിലമ്പൂർ മണ്ഡലം UDF പിടിച്ചെടുത്തതാണോ എന്ന്. ചരിത്രം എന്താണെന്ന് അറിയാമെന്നിരിക്കെ തന്നെ പഴയ ചരിത്രത്തിലേക്ക് ഞാനൊന്ന് എത്തി നോക്കി. 33 വർഷം UDF-ഉം ആര്യാട മുഹമ്മദും അടക്കി ഭരിച്ചു വെച്ചിരുന്ന നിലമ്പൂർ മണ്ഡലം മതം തലയ്ക്ക് പിടിച്ച ലീഗുകാർക്ക് പ്രാതിനിധ്യമുള്ള മണ്ഡലം. ആ മണ്ഡലത്തിൽ നിന്നും പടലപ്പിണക്കം കൊണ്ട് അവരുടെ കൂടാരത്തിൽ നിന്നും PV അൻവർ എന്ന് പറയുന്ന അധികാരമോഹി